മിക്കവാറും ആൾക്കാർക്കൊക്കെ കടയിൽ നിന്ന് തന്നെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ കഴിക്കുന്നവരല്ലേ. പക്ഷേ ഇത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് സാൻഡ്വിച്ചൊക്കെ കൊടുക്കാമെന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സാൻഡ്വിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിളൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നൊരു ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഒട്ടും വലിയ പീസുകളായിട്ടൊന്നും നമുക്ക് ഈ സമയം കിട്ടരുത് കേട്ടോ. നമുക്കിതുപോലെ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള കത്തി കൊണ്ട് തന്നെ നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും തമ്മിൽ സെപ്പറേറ്റ് ആക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവുമേ. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ഒന്ന് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മാത്രം മതിയേ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുവാണേ. കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മയണൈസാണ്. മയണൈസും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. നമ്മൾ സാധാരണ വീട്ടിൽ മയണൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചമുട്ട വെച്ചിട്ടല്ലേ. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളച്ച വെള്ളത്തിലൊരു 2-3 സെക്കൻഡ് നേരം ഒന്ന് ഇട്ടിട്ട് മയണൈസ് ഉണ്ടാക്കിയാൽ വേറൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ മയണൈസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിവിടെ മാറിയിരിക്കട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡ് വശങ്ങളൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. സൈഡ് ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അഥവാ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ തന്നെ നമുക്കത് വേസ്റ്റാക്കി വെറുതെ കളയണ്ട കേട്ടോ. ഒരു ടിന്നിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് അത് തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3-4 ബ്രെഡിൻ്റെ സൈഡ് ഭാഗം എല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവേ. ഇനി നമുക്കിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്കൊന്ന് കുറേശ്ശെയായിട്ട് കൂടുതലോ കുറവോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സാൻഡ്വിച്ചേ എഗ്ഗ് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്കിതിലേക്ക് ചിക്കനോ ബീഫോ എന്ത് വേണേലും ചേർക്കാം. ഇനി വെജിറ്റബിൾ മാത്രമേ ഉള്ളെങ്കിലും അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് സവാളയും വെജിറ്റബിളും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് മയോണൈസും ചേർത്തതിന് ശേഷം നമുക്ക് അങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാവേ. ചില സമയങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എന്തൊക്കെ കൊടുത്താലും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് കുട്ടികളെ പറ്റിക്കാം കേട്ടോ. അതിനുശേഷം ഓരോ ബ്രെഡും കൂടി എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മൂടി കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച്. വളരെ സിമ്പിളാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റി ആട്ടോ. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരെന്താ അറിയാതിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ FB പേജ് ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.